4,75,000 രൂപക്ക്. അതും ഡീസൽ നെക്സോൺ XM. ഫുള്ള് ലോൺ കൊടുക്കാം. 4,99 ഈ ക്രെറ്റ കൊടുക്കാം. 2015 മോഡൽ. ഇത് 9 കൊടുക്കാം. ഇത് സെൽട്ടോസ് HDK ഡീസൽ വണ്ടി 9 കൊടുക്കാം. സൺറൂഫ് അടക്കം വരുന്ന ഡീസൽ സോണറ്റ് കിയാന്റെ വണ്ടി GT ലൈന് ഏറ്റവും ടോപ്പിന്റെ വണ്ടി 8,45,000 രൂപയ്ക്ക്. 10 ലക്ഷം രൂപക്ക് കിടക്കാച്ചി 4 വീൽ 2 വീൽ ഓട്ടോമാറ്റിക് 13 മോഡല് ഫോർച്യൂണർ. 10 ലക്ഷം രൂപക്ക് കിടക്കാച്ചി 4 വീൽ 2 വീൽ ഓട്ടോമാറ്റിക് 13 മോഡൽ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ 53-ാം മൈലിലെ ന്യൂ പ്രീമിയർ കാർസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓണായതുകൊണ്ട് നല്ല മെഗാ ഓഫർ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ലക്ഷങ്ങൾ വില പൊട്ടിച്ചിട്ടാണ് കാറുകൾ തരുന്നത്. അതുമല്ലാതെ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്. മാക്സിമം 60 വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എല്ലാ വാഹനങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളെ കാണിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നൗഷാദ് ഭായി ആണ്. നൗഷാദ് ഭായി എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, നല്ല ഉഷാറായില്ല, തകർത്തു. ഒരുപാട് വാഹനങ്ങൾ വിറ്റുപോയിട്ടുണ്ട് കേട്ടോ. എല്ലാ ആളുകൾക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ എന്താ വെച്ചാല് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇവര് തരുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമ്പോ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാം. അല്ല എല്ലാം നിങ്ങള് അതായത് നിങ്ങൾക്ക് തൃപ്തി ആയെങ്കിൽ മാത്രം കാർ എടുത്താൽ മതി. അല്ല ആ ഒരു കണ്ടീഷനാണ് ഇവരെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോളിസി. പിന്നെ എന്നോടൊപ്പം ഉള്ളത് നൗഷാദ് ബ്രോ ആണ്. നൗഷാദ് ബ്രോ ഇതിന്റെ ഓണേഴ്സ് പാർട്ട്ണർ അല്ല, 2-3 ആളുണ്ട്. അപ്പൊ ബ്രോ പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ കൊടുക്കല്ലേ? മോഡൽ കൂടിയ വണ്ടികളാണ്, അതുകൊണ്ട് തന്നെ ടെൻഷൻ വേണ്ട. എല്ലാത്തിനും ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനങ്ങളാണ്. പിന്നെ വാറണ്ടി കമ്പനി വാറണ്ടി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. എന്നാലും വാറണ്ടിയും തരും. ഒരു പേടി പേടിക്കണം, എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ വാറണ്ടി കൊടുക്കാം. അല്ല പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, അതിന് പിന്നെ അല്ല വാറണ്ടി കൊടുക്കാൻ കഴിയില്ല. ബ്രോ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ടല്ലേ? ബ്രസ്സ വിറ്റാര ബ്രസ്സ ഉണ്ട്, 2018 മോഡൽ ക്രെറ്റ കുറെ ഉണ്ടല്ലോ, ഡീസൽ കിയാന്റെ വണ്ടികളുണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇന്നോവ കാർ കുറെ ഉണ്ടായിരുന്നു, എല്ലാം വിറ്റുപോയല്ലേ, എല്ലാം സോൾഡ് ആയി പോയി. ഇന്നോവ കാർ ഇപ്രാവശ്യം ഒന്നുമില്ല, ഒരു വണ്ടിയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ചാകരായിരുന്നു, എല്ലാം വിറ്റുപോയി. അപ്പോ എന്തായാലും ചെറുവണ്ടികൾ നോക്കുന്നവർക്ക് പിന്നെ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും, അല്ല വെറുതെ ആവില്ല കണ്ടാല്. അപ്പൊ ബ്രോ നമുക്ക് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മള് പെരിന്തൽമണ്ണ വരുമ്പോ കരിങ്കലത്താണി ടൗൺ കഴിഞ്ഞ് 2 കിലോമീറ്റർ 53-ാം മൈൽ. 53-ാം മൈൽ കരിങ്കലത്താണി കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് റോഡിൽ കരിങ്കലത്താണി കഴിഞ്ഞിട്ട് 53-ാം മൈൽ. ഇത് പാലക്കാട് ജില്ലയിൽ പെടുന്നല്ലേ? പാലക്കാട് ജില്ല, അതായത് മലപ്പുറത്തിനും പാലക്കാടിന് ബോർഡറാണ്. അപ്പൊ ഡെലിവറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ എത്തിച്ചു തരും കേട്ടോ വാഹനങ്ങള്, പറഞ്ഞ കണ്ടീഷനൊക്കെ കറക്റ്റ് ആണെങ്കിൽ. അല്ല അപ്പൊ ബ്രോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോലെ. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് നൗഷാദ് ബ്രോ നമുക്ക് 2 കിയ കാണിച്ചു കൊടുക്കല്ലേ? 2 പീസ് ഇവിടെ അവൈലബിൾ ആണ്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. രണ്ടും ഡീസൽ. നമുക്ക് ആദ്യം ബ്ലാക്ക് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു? 2020 മോഡല് കിയ സോണറ്റ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, സോണറ്റ് ഏറ്റവും ടോപ്പ് എൻഡ്. അതെ. സൺറൂഫ് ഒക്കെ എല്ലാം വരുന്ന വണ്ടി. ഓക്കെ, HDK പ്ലസ് GT ലൈൻ ഏറ്റവും ടോപ്പ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. എത്ര മോഡലായിരുന്നു? 2020 മോഡൽ. 20 വണ്ടി. ഓക്കെ, 18 KL18 നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. പിന്നെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർ അല്ലേ? ഇത് സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്നുണ്ടോ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. സൺറൂഫ് വരെ വരുന്നുണ്ട്. ഇത് നമുക്ക് പിന്നെ എന്ത് വില കൊടുക്കാം? 8,40,000 രൂപ കൊടുക്കാം. 8,40,000 ലോണിൽ കൊടുക്കാം നമുക്ക്. ഒരു രൂപ മുടക്കില്ലാതെ കൊടുക്കാം നമുക്ക്. അതും കിയാന്റെ ഏറ്റവും സൺറൂഫ് വരുന്ന വണ്ടി, GT ലൈൻ സോണറ്റ്. ഡീസൽ. ഓക്കെ,
8,60 8,40 കൊടുക്കാം. 8,45,000 രൂപ കൊടുക്കാം. 45,000 രൂപ കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഈ വൈറ്റ് എങ്ങനെയായിരുന്നു ബ്രോ? 2022 മോഡല് കിയ സെൽട്രോസ്. കിയ സെൽറ്റോസ്. അത് സോണറ്റാ? അത് സോണറ്റ്. ഇത് സെൽറ്റോസ്. ഓക്കെ, ഇത് നമുക്ക് 9.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. ഇത് 9 കൊടുക്കാം. അതും ഫുൾ ലോണിൽ കൊടുക്കാം. ഓണർ വണ്ടി, കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. കമ്പനി വാറണ്ടി ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഓട്ടോ എത്ര ഉണ്ട് ഇത്? 1,10,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. A to Z കമ്പനി സർവീസ്. ഇത് ഏത് ഓപ്ഷൻ? HTK എന്ന് പറയുന്ന ഓപ്ഷൻ. HTK അല്ലേ? ഓക്കെ, സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കിയെല്ലാം. പുഷ്പട്ടനൊക്കെ വരുന്നുണ്ടല്ലോ. ഇല്ല, അത് പുഷ്പട്ടൻ വരില്ല, സാധാ. എത്ര വില? 9,50,000 രൂപ കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി. ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ഒരു പൈസ വേണ്ട. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഫോർഡിന്റെ എക്കോ സ്പോർട്ട് ഓട്ടോമാറ്റിക് വണ്ടി. 2015 വണ്ടി. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്, പെട്രോൾ. പെട്രോൾ. അതെ. ഓക്കെ, അതും ഒരു SUV ടൈപ്പ് ആണ്. ഇത് മോഡൽ എങ്ങനെ? 2015 മോഡൽ. 15 അല്ലേ? ഓക്കെ, ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടം 60 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ. അതെ. റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ഓണർ. ഓക്കെ, നല്ല വണ്ടിയല്ലേ? അതെ. മെക്കാനിക് പക്കല്ല? മെക്കാനിക്കലൊക്കെ ടൈറ്റാനിയല്ലോ ഓപ്ഷൻ? അതെ. ഓക്കെ, ഇനി എത്രയാണ് ആസ്ക്? 4,45,000 രൂപ കൊടുക്കാം. 4,40-ന് 45-ന് 4,45-ന് ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, അതും പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് ഒരു ഡീസൽ, ഒരു i20 ചെറിയ പൈസ കൊടുക്കല, സ്പോർട്സ് വണ്ടി. ഹുണ്ടായിന്റെ i20 ഡുവൽ ടോൺ അല്ലേ? ഡുവൽ ടോൺ ആക്കിയതാണ്, കമ്പനി അല്ല. സ്പോർട്സ് വണ്ടി. എത്രയായിരുന്നു മോഡല്? 2017 മോഡല്. 17 വണ്ടിയാണ്. ഓട്ടോക്ക് എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 1,15,000 കിലോമീറ്റർ. 17. ഓക്കെ. ഓണർഷിപ്പ് കയറിക്കണ? അല്ല, ഫസ്റ്റ് ഓണർ. സെക്കൻഡ് ഓണർ. അതെ. ഓക്കെ, വണ്ടി തട്ടുമുട്ടൊന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയല്ല? അതെ. ഇത് നമുക്ക് എന്ത് കൊടുക്കാം? 5,15,000 രൂപ കൊടുക്കാം. ഓക്കെ, ഫുള്ള് ലോണിൽ കൊടുക്കാം. ലോണ് നമുക്ക് മാക്സിമം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ, സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. അതെ. ആവശ്യക്കാരാണെങ്കിൽ ഇവിടെ ഒരു നീലക്കുയില്, ഒരു മാരുതിന്റെ ബലനോ, എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? 2017 മോഡലാണ്. 17 വണ്ടി. ഓക്കെ, ഡെൽറ്റ അല്ല? മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. ഡീസലാ പെട്രോളാ? പെട്രോൾ മാനുവൽ വണ്ടി അല്ലേ? ഓട്ടോക്ക് എത്ര ഉണ്ട് ബ്രോ? 1,30,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ. ഒരൊറ്റ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. അതെ. വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് എത്ര കൊടുക്കാം? 4,85,000 രൂപ കൊടുക്കാം. 4,85 ഒരു ഷിഫ്റ്റിന്റെ വിലക്ക് നമുക്ക് ബലേനോ കൊടുക്കാം. അതെ. അതും ഡെൽറ്റ പ്ലസ് എന്ന് പറയുമ്പോ ഏകദേശം എല്ലാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ ചെറിയ പൈസ ഒരു 7 സീറ്റ് കൊടുക്കാം. 2022 മോഡല്. ഡ്രൈവർ ഓട്ടോമാറ്റിക് ആയിട്ടില്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ. അലോയ്സ് എല്ലാം വരുന്ന വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 60 ചില്ലാനം കിലോമീറ്റർ. അത്രേ ഓട്ടോ ഉള്ളൂ? സിംഗിൾ ഓണർ വണ്ടി. ഒറ്റ ഓണർ വണ്ടി അല്ല? അതെ. ഓക്കെ, റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് 5,70,000 രൂപയ്ക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഒരു ഷിഫ്റ്റിന് പൈസ കൊടുക്കാം. ഫുൾ ലോണിലായിട്ട് കൊടുക്കാം. നമുക്ക് ഒരു പൈസ ഇല്ലാതെ കൊടുക്കാം. വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി. ഡ്രൈവർ AMT ആണ്. മോഡൽ എത്ര? 2022 മോഡൽ. 22 വണ്ടി അല്ലേ? അതെ. ഓക്കെ, വണ്ടിയിൽ യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല. ഒരു പാടില്ല, പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. അല്ലേ? അതും ചില്ലറ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 68,000 കിലോമീറ്റർ ഓടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതവിടെ ഒരു റയർ പീസ് ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. 2018 മോഡൽ ZDI പ്ലസ് വണ്ടി. അതെ. എല്ലാം വരും. എല്ലാ അലോയ്സ് പുഷ്പടം എല്ലാം വരും. 90% ടയർ ഭാഗങ്ങളുണ്ട്. എല്ലാം ഫുൾ ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് അല്ലേ? അതെ. വണ്ടി മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്, എല്ലാം ഫിറ്റ്. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കളർ അല്ലേ? ഡോൾട്ടോൺ ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക്. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 7,65,000 രൂപ കൊടുക്കാം.
765 ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് ZD പ്ലസ്. അതെ അതെ ഓക്കെ, ഫുള്ള് ലോൺ കൊടുക്കാം. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്ന് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം അല്ലെ. ഇവിടെ നമുക്ക് ഹുണ്ടായിന്റെ ക്രെട്ട കാണിച്ചു കൊടുക്കാം, ഒരു കറുകറുത്ത് കരിമ്പുലി. അതെ അതെ ബ്രോ ഇതെങ്ങനെയായിരുന്നു? 2016 മോഡല് എസ് ഓപ്ഷനില് വരുന്ന 1.4 ക്രെറ്റ ഡീസല്. മൈലേജ് കൂടുതലുണ്ടോ? ഓക്കെ, 1.4 അല്ലേ? അതെ 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 ഡീസൽ അല്ലേ? അതെ അതെ അതെ. ഇത് ഓട്ടൊക്കെ എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 1,30,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ അല്ലേ? അതെ അതെ. ഓക്കെ, 2000 എത്ര മോഡലായി? 16 മോഡല്. 16 വണ്ടി അല്ലേ? ഇത് നമുക്ക് എന്ത് കൊടുക്കാം? 7,10,000 രൂപ കൊടുക്കാം. 7,10 ക്രെട്ടയാ ഡീസല്. ഓക്കെ, അത് നല്ല അടിച്ചാപ്പിളി കളർ അല്ലേ? ഓക്കെ, ലോണൊക്കെ എത്ര കിട്ടും ബ്രോ? മാക്സിമം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ നോക്കി കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കിട്ടും. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. അതെ അതെ അതെ. ഓക്കെ, ഇത് ഇവിടെ ഒരു വൈറ്റ് ക്രെട്ട കാണിച്ചാലോ? അത് നമ്മൾ അന്നൊരു ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ്. അതെന്താ പോയിട്ടേ? ഇല്ല, അതൊരു ലോണ് ഇതായിട്ട് അങ്ങനെ ലോൺ ആയി. രണ്ടാമത് ഇനി നമുക്ക് വീണ്ടും അതേ കൊടുക്കാം. ഒരു കസ്റ്റമർ എല്ലാരോടും കൊടുത്തു എന്ന് പറഞ്ഞു, പിന്നെ നമ്മളത് അങ്ങനെ ഉണ്ടായി. ലോണിന് കൊടുത്തപ്പോ ബാക്കിയുള്ള ആൾ വിളിക്കുമ്പോ അവരോട് കൊടുത്തു. 4,99,000 രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി കൊടുക്കാം. 4,99 ഈ ക്രെട്ട കൊടുക്കാം. 2015 മോഡൽ പെട്രോള് 1.15 ഓടിയ വണ്ടി. അത്ര ഓടിച്ചു. സിംഗിൾ ഓണർ വണ്ടി, വലിയ ഓട്ടം അല്ല. 1.15 അല്ല, 15 സംബന്ധിച്ച് ഓട്ടം സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി, ഒരൊറ്റ ഓണർ അല്ല. ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ട് ഇടി അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി ഏറ്റവും ഫുൾ ലോഡ്. ഫുൾ ലോഡ്. വണ്ടിയിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇത് 4,99 ഓഫർ പ്രൈസ് 99 അല്ലേ? ലോൺ എങ്ങനെയായിരുന്നു? ഫുൾ ലോൺ കൊടുക്കാം. ഒരു പൈസ വേണ്ട, ഒരു പൈസ ഫുള്ള് ലോണിൽ കൊടുക്കാം. കുറച്ച് ക്യാഷ് വേണമെങ്കിൽ മേലക്കും കൊടുക്കാം. ക്യാഷ് ബാക്ക്. ഓക്കെ, ആവശ്യക്കാർ പറ്റല്ലേ? അതെ അതെ. ഇവിടെ നമുക്ക് ഒരു ഡിസൈറാ ഡീസലാ ഇത്? അല്ല, പെട്രോൾ വണ്ടി. 16 മോഡല്. 16 വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ, പറഞ്ഞോളി. ഓട്ടൊക്കെ എത്ര ഉണ്ട്? 1,10,000 കിലോമീറ്റർ. സർവീസ് ഒക്കെ സെക്കൻഡ് ഓണർ വണ്ടി. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ, വണ്ടിയിൽ വേറെ തട്ടുമുട്ട് കാര്യങ്ങള് ഒന്നുമില്ല. ഓപ്ഷൻ ഏതാ വരുന്നത്? VXi അല്ലേ? എത്ര മോഡൽ? 16 മോഡല്. എത്ര കൊടുക്കാം ബ്രോ? 4,10,000 രൂപ കൊടുക്കാം. 4,10 കൊടുക്കാം. 16 വണ്ടി, പെട്രോൾ വണ്ടി അല്ലേ? നല്ല കിതുമത്തിന്റെ ഒരു i20 കാണിച്ചു കൊടുക്കല്ലോ. നിങ്ങൾ കാസർഗോഡ് രജിസ്ട്രേഷൻ ആയിട്ടില്ലേ? 14 നല്ല അടിപൊളി കളർ വരുന്നത്. നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ തരികയാണ്. ഓഫറിന് കൊടുക്കാം. ഡീസലില് മാഗ്ന എന്ന് പറയുന്ന ഓപ്ഷൻ. മാഗ്ന പ്ലസ് അല്ല, മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ആലോചിച്ചൊക്കെ പുഷ്പട്ടൻ ഉണ്ടോ? ഇല്ലല്ല, പുഷ്പട്ടൻ ആലോചിച്ചൊക്കെ ഉണ്ടല്ലേ? ഇത് നമുക്ക് എങ്ങനെയായിരുന്നു മോഡല്? 2019 മോഡല്. 19 വണ്ടി. ഓട്ടോ എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 1.20 സംതിങ്. 1.20 ഓട്ടോ ഉണ്ടല്ലോ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓണർ കുറെ അയക്കണം? ഇല്ല, ഫസ്റ്റ് ഓണർ. ഒരൊറ്റ ഓണർ അല്ലേ? അതെ. ഡീസൽ വണ്ടിയാണ്. സ്പോർട്സാ? ഏതാണ് ഇത്? സ്പോർട്സ് അല്ല, മാഗ്ന. നമ്മൾ പറഞ്ഞല്ലോ. ഇത് പിന്നെ എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 5.15 കൊടുക്കാം. 5.15 കൊടുക്കാം. ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് എന്ത് കൊടുക്കാം? നമുക്കൊരു ഫോർച്യൂണർ കൊടുക്കാം. 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാ. എത്ര മോഡല്? 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. ഇത് അതർ സ്റ്റേറ്റ് നമ്പർ ആയിട്ടല്ലോ. NOC-ലുള്ള കച്ചവടം പറയാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. NOC-ൽ കൊടുക്കാം. അതെ. ഓക്കെ, നമുക്ക് ഏത് RT ഓഫീസ്ക്ക് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. കൊടുക്കല. ഓക്കെ, വണ്ടി എന്ത് പാട് ബ്രോ? സിംഗിൾ ഓണർ വണ്ടി, നല്ല സൂപ്പർ വണ്ടി. സൂപ്പർ ഹരിയാന അല്ല? ഹരിയാന HR വണ്ടി. നമ്പർ വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ NOC-ൽ വേണമെങ്കിൽ NOC-ൽ. ഏത് RT-ലൊക്കെ നമ്പർ ആക്കായോ? ഏത് RT-യിലേക്കും കേരളത്തിൽ എവിടേക്കും നമുക്ക് നമ്പർ ആക്കാം. ഓക്കെ, ടൂ വീൽ ഓട്ടോമാറ്റിക് 13 വണ്ടി അല്ല? 13 വണ്ടി. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? 2,20,000. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്? ഹിസ്റ്ററി, പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസും ഇല്ല. തട്ടുമുട്ട് ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് എന്തുവരെ കൊടുക്കാം? 10 ലക്ഷം രൂപ കൊടുക്കാം. NOC-ൽ 10. ഇനി നമ്പർ ആയിട്ടാണ് നമുക്ക് അതിന്റെ ബാക്കി ടാക്സിന്റെ എമൗണ്ട് മാത്രം വെച്ച് തന്നാൽ മതി. നമുക്ക് നമ്പർ ആക്കിയിട്ടും കൊടുക്കാം. മതിയാവൂല? ഓക്കെ, വണ്ടി മിയ സൂപ്പർ വണ്ടി. ഒന്നും നോക്കാനില്ല, ചിമ്മിട്ട് എടുക്കാം. അതെ. കിടുക്കാച്ച് കളർ, അതും ഊണ്ടതിന്റെ ക്രെട്ടയാണ് നിങ്ങളെ കാണിക്കുന്ന. ഡീസൽ അല്ല ബ്രോ? ഡീസൽ. എത്ര മോഡലായിരുന്നു?
2017 മോഡലാണ്. ഓക്കെ. ഏത് ഓപ്ഷൻ SX ആ? അല്ല, ഇത് അലൂസൊക്കെ ഉണ്ട്. E+ എന്ന് പറയുന്ന ഓപ്ഷൻ 1.4 അല്ലേ? 1.4 ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ ഓട്ടൊക്കെ എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 170. 170 അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. ഒരൊറ്റ ഓണർ. ഹിസ്റ്ററി എല്ലാം കാണിക്കാൻ പറ്റൂല. പക്ക ഷോറൂം സർവീസ് ഉള്ള വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല കാണാനുള്ള വൃത്തിയുണ്ട്. മൊഞ്ചുണ്ട് ഈ കളറ്. ഇത് പിന്നെ എത്ര മോഡൽ പറഞ്ഞു ഞങ്ങള്? 2017 മോഡൽ. എത്ര കൊടുക്കാം ബ്രോ? 6,75,000 രൂപ കൊടുക്കാം. 6 നമ്മൾ 16 പറഞ്ഞത് 7,10 ഇത് 6,75,000 രൂപ കൊടുക്കല. വണ്ടി പ്രശ്നമല്ല. സൂപ്പർ വണ്ടി. അത് ഫുള്ള് ലോൺ കൊടുക്കും. ഫുൾ ലോണിൽ കൊടുക്കാം. ഒരു പൈസ ഇല്ലാതെ കൊടുക്കും. ഇതവിടെ ഒരു കിടുക്കാച്ചി എർട്ടിക, അതും ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ബ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2022 മോഡല്. ഓക്കെ. എർട്ടിക VXi ഓപ്ഷണൽ വണ്ടി. ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡാ? സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ. 22 വണ്ടി അല്ലേ? ഓട്ടോ എത്രയുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. ഒരൊറ്റ ഓണർ അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? ഇല്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില? 9 രൂപക്ക് കൊടുക്കാം. 9 രൂപ കൊടുക്കാം. ഓക്കെ. 22 VXi ഓപ്ഷണൽ വണ്ടി. 360 ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലെ? VXi ഓപ്ഷണൽ. ടയർ ഭാഗങ്ങൾ 90% ടയർ ഭാഗങ്ങളുണ്ട്. ഓക്കെ. ലോൺ എത്ര കിട്ടും? നമുക്ക് മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഓക്കെ. നീല കളറിൽ വന്നിട്ടുള്ള ഒരു ഇഗ്നിസ്, അതും മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? 2023 മോഡൽ. 23 മോഡൽ. ഓട്ടൊക്കെ എത്രയുണ്ട്? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ വണ്ടി. ഒറ്റ ഓണർ. അതെ. ഓക്കെ. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. തട്ടുമുട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില? 5,90,000 രൂപ കൊടുക്കാം. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. 23 അൽഫ കേട്ടോ, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ആൽഫ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ അല്ലേ? ഓക്കെ. 23 മോഡല്, പിന്നെ 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ. ക്രിസ്റ്റ കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? അതെ. എത്ര മോഡലായിരുന്നു ഇത്? 2016 മോഡല്. ഓക്കെ. 16 വണ്ടി. G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. വണ്ടി അതർ സ്റ്റേറ്റ് നമ്പർ ആയതാ? അല്ല, നമ്പർ ആക്കി കൊടുക്കാം. നമുക്ക് നമ്പർ ആക്കി കൊടുക്കല്ലേ? അതെ. എന്തുപാട് മെക്കാനിക്കലൊക്കെ പക്ക കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതെ. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നേ? നമുക്ക് 12.25 ലക്ഷം റുപ്യക്ക് നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 12.25. അതെ. അതും 17 വണ്ടി. 16 മോഡൽ G4 ഓട്ടോമാറ്റിക്. വണ്ടി എന്തുപാട് സൂപ്പർ മെക്കാനിക്കൽ, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി നെക്സോൺ അല്ലെ? ടാറ്റന്റെ നെക്സോൺ. നല്ല പവർ കൂടും. അതെ. എങ്ങനെയായിരുന്നു? 2019 മോഡൽ എക്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. 19 ഏറ്റവും ടോപ്പിന്റെ നേരെ താഴെയുള്ള ഓപ്ഷൻ എക്സെറ്റ് അല്ലേ? അതെ. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട് ബ്രോ? അത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. ഓട്ടോ കുറവുണ്ടല്ലോ? ഓട്ടോ കുറവാണ്. ഹിസ്റ്ററി ഉണ്ടോ? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. ഷോറൂം കണ്ടീഷൻ. അതെ. ഷോറൂം കണ്ടീഷനിൽ വണ്ടി. അതെ. മിയ. ഓക്കെ. തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓപ്ഷൻ ഏതാ വരുന്നത്? എക്സെറ്റ് എന്ന് പറയുന്നത്. എക്സെറ്റ് എന്ന് പറയുമ്പോ ഫുൾ ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില? 5,90,000 രൂപ കൊടുക്കാം. പൊട്ടിച്ചു കൊടുക്കല? 5,90,000 ഫുൾ ലോണും കൊടുക്കാം. നമുക്ക് ഫുള്ള് ലോണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. പൈസ വേണ്ടല്ലേ? അതെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഹൂണ്ടായിന്റെ i20. ഇതെങ്ങനെയായിരുന്നു? 2017 മോഡല്. ഡീസലാ? അല്ല, പെട്രോൾ വണ്ടി അല്ലേ? അതെ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വെറും 35,000 കിലോമീറ്റർ. പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 4,65,000 രൂപ കൊടുക്കാം ഫൈനല്. 4,65,000 ഒരു i20 പെട്രോൾ ഒക്കെ ഉള്ള 35,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അല്ലെ? അതെ. അതും നല്ല കിടക്കാച്ച്, ഉള്ളും പുറത്തൊക്കെ നോക്കണ വൃത്തിയുള്ള വണ്ടി. ആൻഡ്രോയിഡ് സെറ്റൊക്കെ കയറിയിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് ഒന്നുമില്ല. ലോൺ എത്ര കിട്ടും ബ്രോ? മാക്സിമം ലോൺ കൊടുക്കല്ലേ? ഫുള്ള് ലോൺ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 2-3
വണ്ടി ഉണ്ടായിരുന്നു ഷിഫ്റ്റ്, കംപ്ലീറ്റ് പെട്ടെന്ന് സെയിലായി, എല്ലാം സെയിലായി. ഒരു 14 വണ്ടിയും ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് സെയിലായി. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് സെയിലായി. നമ്മൾ 15 വണ്ടിയാണിത്, 3,85,000 റുപ്യ കൊടുക്കാം. 15 മോഡൽ ഷിഫ്റ്റ് VDI വണ്ടി. ഓട്ടോ വല്ലാനുണ്ടോ? ഇല്ല, 1,28 കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, വേറെ തട്ടുമുട്ടൊന്നുമില്ല, മേജറും ഇല്ല മൈനറും ഇല്ല. ഇല്ല. അതും KL14 രജിസ്റ്റേർഡ് നിൽക്കുന്ന ഒരു വാഹനം, സ്വന്തം രജിസ്ട്രേഷനുള്ള വണ്ടിയായിട്ടില്ലേ. 15 വണ്ടി എത്ര കൊടുക്കാന്ന് പറഞ്ഞാൽ 3,85,000 റുപ്യ ഫുള്ള് ലോൺ ഇട്ടാ, മാക്സിമം ലോൺ കയറ്റാൻ പറ്റും. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി അല്ല. അതെ. വേറെ വണ്ടിമേ ഒരു പ്രശ്നമില്ല. ഇല്ല. നല്ല നീറ്റ് വണ്ടി. അതെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. നമുക്ക് ഇവിടെ വീണ്ടും ഒരു നെക്സോൺ ടാറ്റന്റെ, അതൊരു ഓഫർ പ്രൈസിലായിട്ടില്ലേ. ഇത് ഫുൾ നമ്പർ അടിച്ച പൊളിയല്ലോ, 006. എങ്ങനെയായിരുന്നു? നല്ല ഫാൻസി നമ്പറോട് കൂടിയ XM ടാറ്റ നെക്സോൺ ഡീസൽ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ. മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡല്. 19 നമ്മൾ നേരത്തെ കാണിച്ച 19. അത് 19 തന്നെയാണ്. ഓക്കെ, ഓട്ടം എത്ര ഉണ്ട്? ഇത് ഓട്ടം 83,000 കിലോമീറ്റർ. ഓട്ടം കുറവുണ്ട്. അതെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കാല്ലോ. ഇത് അല്ല, ഇത് XM എന്ന് പറയുന്ന ഓപ്ഷൻ. XM അല്ല? അതെ. ഓക്കെ, വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, മൈനർ ആയിട്ടുള്ള ചെറിയതുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വിലപ്പാത്തിൽ കൊടുക്കാം. ഈ വണ്ടി കൊടുക്കാം 4,75,000 റുപ്യ കൊടുക്കാം. നെക്സോൺ ഡീസൽ വണ്ടിയാ? നെക്സോൺ ഡീസൽ ഇമാര് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 4,75,000 റുപ്യ നിങ്ങളെ കസ്റ്റമർക്ക് മാത്രം. ഓക്കെ, ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു പൈസ വേണ്ട. ആവശ്യക്കാരാണെങ്കിൽ വേഗം അഡ്വാൻസ് ആക്കി ലോണക്ക് വേണമെങ്കിലും കൊടുക്കട്ടോ ലോണ്. ഇവിടെ ഒരു ഫോർച്യൂണർ, ഇതെങ്ങനെയായിരുന്നു? 2011 മോഡല്. നമ്മളെ ഇവിടേക്ക് നമ്പർ ആയതാ, KL53 നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയല്ലേ? അതെ. ഓക്കെ, എന്തുപാട് ബ്രോ വണ്ടി? മെക്കാനിക്കല്ലോ? എല്ലാം നല്ല പക്ക കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി. 4x4? 4x4. ഓക്കെ, മെക്കാനിക് ഫുൾ അല്ലേ? അതെ. ഇത് എത്ര ആസ്ക് ചെയ്യുന്നേ? അത് നമുക്ക് 8.25 ലക്ഷം റുപ്യ കൊടുക്കാം. നമ്പർ ഓൾറെഡി ആയിനല്ലേ? ഒറിജിനൽ ആയിട്ടുണ്ട്. KL53 നമ്പർ ആയ വണ്ടി അല്ലേ? അതെ. 4x4 ആണ്, 2011 മോഡല്. 11. ഓക്കെ. ഇപ്പൊ പുതിയ 5 കൊല്ലത്തെ പേപ്പർ എടുത്തിക്കണ? ഇല്ല, ഇത് ഇപ്പൊ ലാസ്റ്റ് ആണ്, ഡിസംബറിലാണ് എടുക്കണ. നമുക്ക് നോക്കിട്ട് എങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ എത്ര റേറ്റ് ഇട്ടിക്കണേ? ഇത് 8.25. 8.25 ഒരു ഫോർച്യൂണർ, അതും 4x4. ഇവിടെ ഒരു ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? 2013 മോഡല് വി ഇന്നോവ. രജിസ്ട്രേഷൻ ആണ്. വി ആണ് ഓപ്ഷൻ. അതെ. റീ വണ്ടി അല്ലേ? റീ വണ്ടിയാണ്. നമ്പർ ആയിക്കണോ? നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? നമുക്ക് 7,15 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 7,15 കൊടുക്കാം. അതെ. 2013 മോഡല് നമ്പർ ആയ വണ്ടി. വി ആണ്. ഓക്കെ, ടൈപ്പ് 3D ആണ് ഉള്ളത്. അതെ. ഒറിജിനൽ കമ്പനി വന്ന അതേപോലെ. അല്ല, ഇത് ഇങ്ങനെ ഈ ഷേപ്പ് ആൾക്കാർ നോക്കുന്നുണ്ട്. ഓൽക്ക് പറ്റിയ വണ്ടിയാണ്. വണ്ടിമ ടൈപ്പ് 4 ആക്കിയിട്ടോ അതായിട്ടോ ഒഫീഷ്യൽ ആയിട്ട് യൂസ് ആക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽക്ക് പറ്റിയതാ. അതെ. അങ്ങനത്തെ ആളുണ്ടെങ്കിൽ വന്നോട്ടെ. അതെ. കിടുക്കാച്ച് ഫോർച്യൂണർ അല്ല ബ്രോ? 2015 4x4 ഓട്ടോമാറ്റിക് ആയിട്ടില്ലേ? 4x4 ഓട്ടോമാറ്റിക്. അതെ. 2015 മോഡലാണ്. നമ്മളെ KL53 നമ്പർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിൽ നമ്പർ ആയിട്ടുണ്ട്. അതെ. വണ്ടി എന്തുപാട്? നമുക്ക് 15,000 രൂപക്ക് ഫൈനൽ കൊടുക്കട്ടോ ബ്രോ. 15,000? നമ്പർ ആക്കിയിട്ട് 15,000 രൂപക്ക് കൊടുക്കാം. 4x4 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിന്നല്ലേ? നമ്പർ ആയിട്ടുണ്ട്. 53 നമ്പർ ആയിട്ടുണ്ട്. വണ്ടിയെല്ലാം ഉഷാറല്ല? സൂപ്പർ വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഇത് കൂടുതലായിട്ട് റീപെയിന്റ് ഒന്നും കേറിയിട്ടില്ല. കമ്പനി വണ്ടി വന്ന അതേപോലെ വണ്ടിന്റെ ലുക്ക് കാണുമ്പോ റീപെയിന്റ് കയറാത്ത വണ്ടി പോലെ തോന്നുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലോ. ഇവിടെ ഒരു ഇത്യോസ് ലിവ കാണിച്ചാലോ? ഇത് നമുക്ക് 2012 കേരള വണ്ടിയാണ്. വന്ന ഇതുള്ളതാണ്, നിലവിലെ സ്റ്റോക്ക് കണ്ടീഷനാണ്. അതായത് നിങ്ങൾ എടുത്തത്? അതെ. ഒരു മാറ്റ കച്ചവടം എടുത്തത് വന്ന കണ്ടീഷനില് 3,35,000 റുപ്യ കൊടുക്കാം. ഡീസലോ? ഡീസൽ വണ്ടി, കേരള വണ്ടി. മോഡൽ എത്ര? 2012 കേരള വണ്ടി അല്ല? ന്യൂ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 17 മോഡലിലേക്ക് പ്ലാറ്റിനം ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഗ്രാൻഡ് വിറ്റാര ഇതെങ്ങനെയായിരുന്നു? 2023 മോഡല്. 23 മോഡൽ. അതെ. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ഒരൊറ്റ ഓണർ. അതെ. ഓക്കെ, തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇത് ഓപ്ഷൻ ഏതായിരുന്നു? സീറ്റ അല്ല?
എന്തൊക്കെ വരുന്നത് ഫീച്ചേഴ്സ്? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. എത്ര കൊടുക്കത്? നമുക്ക് 11.5 രൂപ കൊടുക്കാം. ഗ്രാൻഡ് വിറ്റാറ 11.5 കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു കിയാന്റെ സെൽട്ടോസ സോണറ്റാ ഇത്? സെൽട്രോസ് എങ്ങനെയായിരുന്നു? 2021 മോഡലാണ്. 21 മോഡൽ. 21 അല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ. ഓപ്ഷൻ ഏതായിരുന്നു? HDE. വണ്ടി എന്ത് പാടും? മെക്കാനിക്കൽ നല്ല സൂപ്പർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സൺറൂഫ് ഒന്നും വരുന്നില്ല? ഇല്ല. ഓക്കെ. ഒരൊറ്റ ഓണർ? അതെ. ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഒക്കെ എല്ലാം പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 8,45,000 റുപ്യക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 8,45,000 ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ കിട്ടും. സെൽട്ടോസ് ഡീസൽ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് ടാറ്റന്റെ ഇതേതായിരുന്നു? നെക്സോൺ അല്ലേ? നെക്സോൺ ഇവിടെ 3 പീസ് ഉണ്ട് അല്ലേ? നമുക്കിത് പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ. ഓക്കെ. XML സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി മീയത്തിൽ മീയല്ല. എത്ര ആസ്ക് ചെയ്യുന്നേ? 5,45,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 5,45,000. ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. സൺറൂഫ് അടുക്ക വരുന്ന ഒരു വാഹനമാണ്. ആവശ്യക്കാരാണെങ്കിൽ വിളിച്ചോട്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വണ്ടിയല്ലേ ഇവിടെ കാണിച്ചത്? ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പർ ഉണ്ട്, അതില് വിളിക്കാം. പിന്നെ കാറ്റലോഗ് ഒക്കെ ഉണ്ടാവില്ല? കാറ്റലോഗ് ഉണ്ട്. അതിന്റെ ഫുൾ വണ്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ.